നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബജാജിന്റെ ഗ്ലാൻസർ 42 എന്ന് പറഞ്ഞ എയർ കൂളറിനെ പറ്റിയിട്ടാണ്. ഈ ഒരു എയർ കൂളറിലേക്ക് നോക്കുമ്പോൾ മുന്നത്തെ ബജാജിന്റെ മോഡൽസിനൊക്കെ വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു എയർ കൂളർ കമ്പനി ഡിസൈൻ ചെയ്തേക്കണേ. അതായത് ഇതിന്റെ മൂന്ന് സൈഡ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് മൂന്ന് സൈഡ് നമുക്ക് ഓപ്പൺ ആണ്. അതായത് ഒരു കൂളറിനെ സംബന്ധിച്ച് മൂന്ന് സൈഡ് ഓപ്പൺ ആകുമ്പോൾ ഇതിന്റെ മൂന്ന് സൈഡിൽ നിന്നുള്ള എയർ ത്രോ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും, അതിന്റെ ഫാൻ. അപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നമുക്കൊരു എയർ കൂളറിന്റെ ഒരു കൂളിംഗ് നമുക്ക് ഈ ഒരു കൂളറിൽ നിന്ന് നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതൊരു 42 ലിറ്റർ, അതായത് 42 ലിറ്റർ വരെ നമുക്ക് വെള്ളം ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു 1 വീക്ക് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഈ എയർ കൂളറിന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ 42 ലിറ്ററിന്റെ കപ്പാസിറ്റി കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഫാന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഫ്ലാപ്പ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിൽ നമുക്ക് ഇതിന്റെ സ്വിങ്ങിങ്ങും നമുക്ക് ഇതിൽ പ്രൊഡക്റ്റിന് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് വാട്ടറിന്റെ ലെവൽ അറിയാനുള്ള ഓപ്ഷനും ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് 4 വീലുള്ളതാണ്, അത് കമ്പനി ഇതിന്റെ പാക്കിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മേലെയായിട്ട് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് വെക്കാനുള്ള ഓപ്ഷനും കമ്പനി ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലക്കോടെ നമുക്ക് വേണമെങ്കിൽ വാട്ടർ ഒഴിക്കാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടി നമുക്ക് വാട്ടർ ഒഴിക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഏറ്റവും അടിയിലായിട്ട് നമുക്കൊരു ഡ്രൈൻ, ഇതിന്റെ വേസ്റ്റ് വെള്ളം പുറത്തേക്ക് കളയാനുള്ള ഡ്രൈനേജും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു എയർ കൂളറിന് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഈ ഒരു ബജാജിന്റെ ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എയർ കൂളർ എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. എയർ കൂളർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫാന്റെ പർപ്പസിൽ നിന്ന് ഒരു മാറ്റം വരുത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എയർ കൂളർ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഒരു റൂമിനെ തണുപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല എയർ കൂളർ. ഇതിൽ നമുക്ക് വെള്ളമാണ് ഇതിന്റെ ടാങ്കിലെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ വെള്ളം ഇതിന്റെ ടാങ്കിൽ നിന്ന് ഒരു പമ്പ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കിൽ എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ ഉണ്ട്, ഹണി കോംബ് എന്ന് പറഞ്ഞ ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ നനയ്ക്കും. അതിനുശേഷം പുറത്തുനിന്നുള്ള എയർ വലിച്ചെടുത്തിട്ട് ആ ഫാനിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് തള്ളുന്ന പ്രോസസ്സാണ് എയർ കൂളറിൽ നടക്കുക. ഒരു കാരണവശാലും ഒരു റൂമിനെയും തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സ് എയർ കൂളറിൽ നമുക്ക് കിട്ടില്ല. ചെറിയൊരു തണുത്ത കാറ്റ് മാത്രമാണ് എയർ കൂളറിൽ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു എ സിന് വാങ്ങാനായിട്ട് പ്ലാൻ ഉള്ളവരാണെങ്കിൽ എ സി വാങ്ങുന്നതിന് എപ്പോഴും നല്ലത്. ഒരിക്കലും റൂമിനെ ഫുള്ളായിട്ട് കൂളാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എയർ കൂളർ കൂളാക്കില്ല. നമ്മൾ വെക്കുന്ന ഡിസ്റ്റൻസിക്കുള്ള ഒരു തണുത്ത കാറ്റ് മാത്രമാണ് ഈ ഒരു കൂളറിൽ നിന്ന് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇനി ഈ ഒരു പ്രൊഡക്റ്റിന്റെ വാറന്റി എന്ന് പറയുന്നത് 1 ഇയർ ആണ് ഈ ഒരു എയർ കൂളറിന് വാറന്റി വരുന്നത്. ഇതിന്റെ 3 ഇയർ ഇതിന്റെ പമ്പിനും 3 ഇയർ ഇതിന്റെ പമ്പ് മോട്ടറിനും പ്രൊഡക്റ്റിന് കമ്പനി വാറന്റി കൊടുത്തിട്ടുണ്ട്. പൊതുവെ എല്ലാ എയർ കൂളറിനും 1 ഇയർ ടോട്ടൽ വാറന്റി മാത്രമാണ് വരാറുള്ളൂ. പക്ഷെ ഈ ഒരു എയർ കൂളറിലേക്ക് നോക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിന് പമ്പിനും അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു പമ്പ് മോട്ടറിനും കമ്പനി വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർ കൂളറിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് നമുക്കിതിൽ 2 തരം ഫങ്ഷൻസ് ആണ് ഈ ഒരു എയർ കൂളറിന് വരുന്നുള്ളൂ. നമുക്കൊരു ഫാന്റെ പർപ്പസിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതിന്റെ ആദ്യത്തെ ബട്ടണായ നമുക്ക് ഹൈ മിഡ് ലോ ഈ ഒരു ഫംഗ്ഷനിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ തൊട്ടിപ്പുറത്തെ ബട്ടണിൽ നമ്മളിത് ഓഫ് ചെയ്ത് ഇടണം. ഇത് നിങ്ങൾക്ക് കൂളറിന്റെ ഫംഗ്ഷനിലേക്ക് ഉപയോഗിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാന്റെ ബട്ടണും നമ്മൾ ഓൺ ആക്കി ഇടണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 3 തരം ഫംഗ്ഷൻസ് ആണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്വിംഗ് ആയിരിക്കും. അതായത് നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ റൊട്ടേഷൻ വേണം ചെയ്യിക്കാം. അതായത് നമുക്കിപ്പോ സാധാ ഫാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും കൂളറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഇതിനുള്ളിൽ ഒരു വിങ്സ് ഉണ്ട്, അത് നമുക്ക് 2 സൈഡിലേക്കും സ്വിംഗ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ സ്വിംഗ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്ന ബട്ടണാണ് കൂൾ വിത്ത് സ്വിംഗ് എന്ന് പറഞ്ഞ ബട്ടൺ. ഈ ഒരു ഫംഗ്ഷനിലാണ് കൂളറിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതായത് ഇതിന്റെ അടിയിൽ വരുന്നത് ഇതിന്റെ വാട്ടർ ടാങ്ക് ആണ്. അതിന്റെ അടിയിൽ തന്നെ ഒരു മോട്ടോർ പമ്പ് ഉണ്ട്. അതായത് നമ്മൾ കിണറിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു എയർ കൂളറിലും ഇതിന്റെ പ്രോസസ്സ് വരാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആ പമ്പിൽ ടാങ്കിൽ നിന്ന് അതിന്റെ വെള്ളം എടുത്ത് ഇതിന്റെ ബാക്കിൽ ഇത് വരുന്ന ഈ ഹണി കോംബ് എന്ന് പറഞ്ഞ ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ ഇത് ടോട്ടലി ഇത് വെള്ളം നമുക്ക് നനയ്ക്കും. നനഞ്ഞതിന് ശേഷം ഇതിന്റെ പുറത്തുനിന്നുള്ള നമുക്ക് എയർ വലിച്ചെടുത്തിട്ട് ഇതിനുള്ളിൽ ഒരു ഫാൻ ഉണ്ട്. ആ ഫാനിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് തള്ളും. ഇതാണ് എയർ കൂളറിൽ സംഭവിക്കുന്ന ഫംഗ്ഷൻ. അടുത്തായിട്ട് ഇതിൽ കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ വേണ്ട സ്വിംഗ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ഒറ്റ ഒരു ഫ്ലോ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുന്നത്. ഈ ഒരു ഫംഗ്ഷനിൽ ഇട്ടാലും കൂളറിന്റെ പർപ്പസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു പ്രൊഡക്റ്റിന് ഒരുപാട് കറന്റ് കൺസപ്ഷൻ ആവുമെന്ന് വെച്ചാൽ ഒരിക്കലും ആവില്ല. കാരണം ഒരു സീലിംഗ് ഫാന്റെ കറങ്ങുന്ന വാട്ട്സൊക്കെയാണ് ഈ ഒരു എയർ കൂളറിന് വരുന്നുള്ളൂ. അതായത് ഒരു 80 വാട്ട്സൊക്കെയാണ് ഈ ഒരു എയർ കൂളറിന് കമ്പനി കൺസ്യൂമർ ആയിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓവറായിട്ടുള്ള കറന്റ് കൺസപ്ഷൻ ഒന്നും ഈ ഒരു എയർ കൂളർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരില്ല. ഇനി നമ്മൾ എയർ കൂളർ ഉപയോഗിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വെള്ളമില്ലാതെ ഒരു കാരണവശാലും സ്വിംഗ് വിത്ത് കൂൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോട്ടർ കംപ്ലൈൻസ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇത് മൂവ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഫൈബർ ബോഡിയാണ്, ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് ഇത് മൂവ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു 10 ലിറ്റർ ഒക്കെ വെള്ളം ഒഴിച്ച് ഒരു നൈറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിന്റെ റീസൈക്കിൾ നടന്നുകൊണ്ടിരിക്കും.
അതുപോലെ തന്നെ നമുക്ക് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഡ്രൈനേജ് വരുന്നുണ്ട്. അത് ഊരിയിട്ട് അതിന്റെ വേസ്റ്റുകളൊക്കെ കളഞ്ഞ് നോർമൽ കൂടുതൽ സേഫ് ആയിട്ട് തന്നെ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എയർ കൂളർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ എയർ കൂളർ ഉപയോഗിക്കുമ്പോൾ ജനിച്ചു വീണ കുട്ടികൾ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം അവരൊരു ഇമ്മ്യൂണിറ്റി പവറിനെ ചിലപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഹ്യൂമിഡിറ്റി ആണ് ഇതിനുള്ളിൽ നിന്ന് വരുന്നത്, ഈർപ്പത്തിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതൊരിക്കലും നമ്മളെ റൂമിനെ തണുപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും വാങ്ങരുത്. ഇത് ഫാൻ്റെ ഒരു പർപ്പസിൽ നിന്ന് ചെറിയൊരു മാറ്റം മാത്രമാണ് എയർ കൂളറിന് ഉണ്ടാവുള്ളൂ. ഏകദേശം ഈ ഒരു കൂളറിന്റെ ഒക്കെ എയർ ഡെലിവറി എന്ന് പറയുന്നത് 2200 മീറ്റർ ആയിരിക്കും. ഒരു ആവറേജ് ഒക്കെ ആണെങ്കിൽ ഒരു 1200 മീറ്റർ ഇതൊക്കെ നമുക്ക് ഇതിനൊരു എയർ ഡെലിവറി ആണ് ഈ ഒരു എയർ കൂളറിൽ നിന്ന് ഉണ്ടാവുക. ഇനി ഈ ഒരു എയർ കൂളറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,390 ആണ്. ഏകദേശം നമുക്കൊരു 20% ഒക്കെ ഓഫിൽ ഈ ഒരു എയർ കൂളർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹോം സർവീസും കമ്പനിയുടെ ഭാഗത്തു നിന്ന് അവൈലബിൾ ആയിരിക്കും. അതിനായിട്ട് ബജാജിന്റെ ടോൾ ഫ്രീ നമ്പറും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്റ്റിനുള്ളിൽ ബജാജിന്റെ വാറന്റി കാർഡും സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ 2025 നല്ലൊരു എയർ കൂളർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ബജാജിന്റെ ഗ്ലാൻസ 42 എന്ന് പറഞ്ഞ മോഡൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും